ഇന്ധന വിലവർധനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് KSUവിന്റെ നേതൃത്വത്തിൽ ബൈക്ക് തള്ളൽ സമരം. ദൃശ്യങ്ങൾ കാണാം നമുക്ക്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇതുപോലെ പ്രതീകാത്മകമായ ഏറെ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധം KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എന്താണ് നേതാക്കൾക്ക് പറയാനുള്ളത്? മാധു, ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSUവിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വേറിട്ട സമരം കാസർഗോഡ് നഗരത്തിൽ സംഘടിപ്പിച്ചത്. ബൈക്കുകൾ തള്ളിക്കൊണ്ടാണ്, ബൈക്കുകളും സ്കൂട്ടറുകളും തള്ളിക്കൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന വിലവർധന അത് സാധാരണക്കാരുടെ ജനങ്ങളുടെയൊക്കെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിൽ പലയിടങ്ങളിൽ നിന്നായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, വ്യാപകമായ പ്രതിഷേധങ്ങൾ രാജ്യത്താകെ ഉയർന്നു വരികയാണ്. അതിന്റെ ഭാഗമായാണ് KSUവും വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ KSUവും ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നിലവിൽ ഈ ബൈക്കുകൾ അവർ തള്ളിക്കൊണ്ടാണ് തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്കാണ് ഈ സമരം സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഈ ബൈക്കുകൾ തള്ളിക്കൊണ്ടുള്ള ഈ സമരം ഈ പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ KSUവിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കൾ സംസാരിക്കുകയാണ്. എന്തായാലും വേറിട്ട സമരം, ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള സമരങ്ങളാണ് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. പെട്രോൾ വില വർധനയിൽ ഉണ്ടായ സമയത്ത് നിലവിൽ ഭരണപക്ഷത്തുള്ള, അതായത് കേന്ദ്ര ഭരണത്തിലുള്ളവർ UPA ഭരണകാലത്തൊക്കെ വാഹനങ്ങൾ ഉന്തിക്കൊണ്ടും കാളവണ്ടികൾ നിരത്തിലിറക്കിക്കൊണ്ടൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതിന് സമാനമായി ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ഇത്തരം പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. വെച്ചിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ പ്രതിഷേധം നടത്താൻ അവർക്ക് കഴിയുകയുമില്ല. പക്ഷേ ഇന്ധന വില വർധന അടക്കം മനുഷ്യനെ നെട്ടോട്ടം നടത്തുമ്പോഴാണ് ഇങ്ങനൊരു സമരവുമായി ഇപ്പോൾ KSU വന്നിരിക്കുന്നത്.